വിശിഷ്ട വ്യക്തിയെ കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വ്യക്തിനെ നമുക്ക് വ്യക്തി ഇതിലുള്ള താമസം ആരാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഹലോ. ഇതാണ് നമ്മുടെ വിശിഷ്ട വ്യക്തി ഫാദർ ജോസ് തത്തട്ട്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും നന്മ നിറഞ്ഞ സാഹോദര്യം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. അപ്പം അച്ഛൻ വിളിക്കുന്നത് അച്ഛൻ്റെ ഈ റിട്ടയർഡായ വൈദികർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പിയാനി ഭവൻ. അതിലൊരു റൂമിലാണ് നമ്മുടെ അച്ഛൻ താമസിക്കുന്നത്. ഓരോരുത്തർ വരുമ്പോൾ നമ്മുടെ അച്ഛൻ നമ്മളോട് നേരിട്ട് പറയും. അപ്പോൾ നമ്മൾ അച്ഛന് വേണ്ടിയിട്ടൊരു രഹസ്യമായിട്ട് ഒരു സാധനം സ്പെഷ്യലാണ്. അത് അച്ഛന് ഇതാണ് നമ്മൾ അച്ഛന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ത്രിവർണ്ണ പൊട്ട് നമ്മുടെ പതാകയ്ക്ക് അനുസൃതമായിട്ട്. പിന്നെ നമ്മളൊരു പറമ്പിൽ നിന്ന് കിട്ടിയൊരു കൂണാണിത്. സ്പെഷ്യൽ വീട്ടിലുണ്ടായി കൂണ. അപ്പൊ അതും അച്ഛന് നേന്ത്രക്കായ നന്നായിരിക്കും. മണം കഴിയുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. എല്ലാവരും കൂടി കഴിക്കാം. അച്ഛൻ കഴിച്ചാൽ ഉണ്ടല്ലോ. അപ്പൊ വെറൈറ്റി ആണത്. ത്രിവർണ്ണ പതാക എല്ലാവർക്കും നിങ്ങൾ ഭാവനാത്മകമായി ചെയ്തില്ല. പിന്നെ ഇതൊക്കെ അച്ഛന്റെ പുസ്തകങ്ങളാണ്. വലിച്ചിട്ട് കിടക്കുക. ഞാനിത് എല്ലാം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് വലിച്ചിട്ടിരിക്കുക. അപ്പൊ അച്ഛൻ വരവാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നിങ്ങളുടെ ആഗമനം, നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെ അച്ഛൻ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അച്ഛനാണ് ആദ്യമായിട്ട് നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്ക് വീണതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അച്ഛൻ കൂട്ടത്തിൽ പള്ളിയിലെ വൈദികനായിരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കഴിച്ചോ, ഒന്നും സംഭവിക്കില്ല. അന്നാണ് ലക്ഷ്മി ഇപ്പൊ ആ ഒരു വീണിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഭക്ഷണം വേവിച്ച ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് സാമ്പാറുണ്ട്, ചോറുണ്ട്, അവിയലുണ്ട്. അടുത്ത് പൂത്തറയ്ക്കല് സെന്റ് റോക്കീസ് ചർച്ചാണ്. ചേർപ്പിനും അമ്മാറത്തിനും ഇടയ്ക്കുള്ള ഒരു പള്ളി, കൊച്ചുപള്ളി. യെസ്. ഇപ്പൊ ഭിത്തിയായിട്ട് നമുക്ക് തനി നാടൻ സാധനമാണ്. കഴിച്ചിട്ടുണ്ടാ? അല്ല, വീട്ടിലുണ്ടായ കുറച്ച് നാളായിട്ട് കഴിച്ചിട്ടില്ല. മറ്റേത് നമ്മള് ഇത് കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ 200 ഗ്രാമിന് 75 രൂപയാണ്. 200 ഗ്രാമിന്. അപ്പൊ നമ്മള് മേടിച്ചിപ്പോ ലക്ഷ്മിക്ക് വേണ്ടിട്ട് ഇടയ്ക്ക് മേടിച്ച് കഴിക്കും. പക്ഷെ അത് ഒന്ന് ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെയാ കഴിച്ച ഭക്ഷണം. വളരെ നന്നായിരിക്കുന്നു. രുചികരമായ ഭക്ഷണം കുറെ നാൾ കൂടിയിട്ട് കഴിക്കുന്നു പറയാം. പ്രത്യേകിച്ച് അതിന്റെ ആ എന്താ പറയണ്ട കളർ കോമ്പിനേഷൻ. നമ്മളത് സാധ്യതയല്ലോ. അതിന്റെ പേരില് നമ്മള് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. പിന്നെ തന്നെയല്ല, നമ്മൾ പ്രകൃതിയുടെ ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് കുറച്ച് അതിന് വലിയൊരു പ്രാധാന്യം അച്ഛനെ മറക്കാണ്ട് കൊണ്ടുവന്നത്. താങ്ക് യു. അപ്പൊ അച്ഛൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നമ്മൾ 2 വർഷം കഴിഞ്ഞു റിട്ടയർ ചെയ്തിട്ട്. അവസാനം ഞാനിരുന്നത് പരന്തരപ്പള്ളി പള്ളിക്കുന്ന് പറയും, ചിമ്മിനി ഡാമിലേക്കുള്ള വഴി. അവിടെ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു. അപ്പം ഞങ്ങൾ അച്ഛനായിട്ട് പരിചയപ്പെടുന്നത് ജേക്കബ് സാറിൻ്റെ പ്രകൃതി ചികിത്സാലയത്തിൽ വെച്ചിട്ടാണ്. മനസ്സിലായി? അന്ന് മുതൽ ലക്ഷ്മിക്കുട്ടി വീണതിന് ശേഷമല്ലേ? അല്ലേ? അന്ന് മുതൽ ഞങ്ങൾ ഗാഠമായ ബന്ധം അച്ഛനായിട്ട് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ട് വന്നിട്ടുണ്ട്. എന്ത് കാര്യമില്ല അച്ഛനോട് ചോദിക്കുക, പറയാക്കില്ലേ. അച്ഛൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കണ്ടശാങ്കടവ് എന്ന് പറയും. തൃശ്ശൂരിൽ നിന്ന് പടിഞ്ഞാട്ട് മാറി കാഞ്ഞാണി കഴിഞ്ഞ് കണ്ടശാങ്കടവ്. അത് കഴിഞ്ഞാൽ പിന്നെ പാലം കടന്നാൽ വാടാനപ്പള്ളി, മറ്റേ ഗുരുവായൂർ മറ്റേ റൂട്ട്, മറ്റേ ഹൈവേ. അപ്പോൾ ആദ്യമായിട്ട് അച്ഛൻ ഏത് പള്ളിയിലെ വൈദികനായിട്ട്? 53 വർഷം മുമ്പാണ്. അതറിയോ? അത് മാളയ്ക്ക് അടുത്ത് തെക്കൻ താനശ്ശേരി എന്ന് പറയും, കുഴൂരിനടുത്ത്. കുഴൂരത്തിന് തൊട്ട് മുമ്പ് അവിടെ. പിന്നെ അവിടെ ഞാൻ പറപ്പൂർക്ക് പോയി. പറപ്പൂരിൽ നിന്ന് പിന്നെ മറ്റം. അവിടെ നിന്ന് ഞാൻ വികാരിയായിട്ട് വീണ്ടും
ഞാൻ വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട്, പുത്തഞ്ചിറ തെക്കുമുറി. അവിടെ വളരെ വിശേഷം ഭൂപ്രകൃതി നിറഞ്ഞൊരു സ്ഥലമാണ്. ചെമ്മീൻ കെട്ടും പൊക്കാളിപ്പാടങ്ങളൊക്കെയുള്ള കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗമല്ലേ അത്? അതെ, എൻ്റെ ലക്ഷ്യമായിട്ട്. അവിടെ നിന്ന് പിന്നെ ഞാൻ വീണ്ടും ഗുരുവായൂർക്ക് വന്നു. ഗുരുവായൂർ കേശവൻ ചെരിയുന്ന സമയത്ത് ഏകാദശി ദിനം ഞാൻ ഗുരുവായൂരുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് പോയി. സംസ്കൃതവും വേദാന്ത പഠനമൊക്കെ ആയിട്ട് ഇവിടെ തിരുപ്പതി പോയി. പിന്നെ അവിടുന്ന് അവിടുത്തെ ആചാര്യയുടെ നിർദ്ദേശപ്രകാരം മദ്രാസിൽ പോയി. അവിടെ ഞാൻ പിന്നെ മാസ്റ്റേഴ്സ് എടുത്തു. എനിക്ക് വേറെ 1-2 മാസ്റ്റേഴ്സ് ഉണ്ട് നേരത്തെ. ഏതൊക്കെയാണ്? ഫിലോസഫിയിലും തിയോളജിയിലും പൂനെ സെമിനാരിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് റിസർച്ചിനൊക്കെ ആയിട്ട് പോയി. എന്ത് റിസർച്ചാണ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 സബ്ജക്റ്റ് ഞാൻ ഇങ്ങനെ റിസർച്ച് പല സ്ഥലങ്ങളിൽ പോയി. വീണ്ടും പുനിക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് പിന്നെ പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് അതിനായിട്ട് കുറേ സംഭവകാശങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ, കണ്ടൽ സസ്യങ്ങളുടെ അതൊക്കെ അത് 90-കളിൽ കണ്ടൽ സസ്യങ്ങൾ. അത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനും കൂടി ജയിക്കബ് തച്ചറാട്ടിൽ എന്ന് പറയുന്ന അച്ഛൻ ജീവിച്ചിരിക്കുന്നു. അച്ഛനും കൂടി ഞങ്ങൾ കർണാടകത്തിൽ കുറേ വഴി പോയി. അവസാനം ഞങ്ങൾ മുരുക്കിയിൽ ചെന്ന് അവിടെ ഞങ്ങളുടെ മുറി ഭാഷയൊക്കെ ഉപയോഗിച്ച് ഒരാളെ കൂട്ടി വഞ്ചിയിൽ പോയി മുട്ടോളം ചെടിയിൽ കയറി ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് വിത്തുകൾ ശേഖരിച്ച് രാത്രി അത് ട്രെയിനിലിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടുകാരുടെ സഹായത്തോടു കൂടെ കയറ്റുക. അവിടെ രാജ ഐലൻഡ്സിൻ്റെ വടക്കേ ഭാഗത്ത്, രാജ ഐലൻഡ്സ് അതിൻ്റെ വടക്കേ ഭാഗത്ത് അവിടെ ഒരു ഏകദേശം 10 ഏക്കർ സ്ഥലം, ഏകദേശം അതവിടെ തിരുത്താണോ? ഒരു തുരുത്തായിട്ട്. അതിപ്പോൾ അവിടെ മനോഹരമായിട്ട് തളച്ച് വളർന്ന് ഒത്തിരി പേര് സന്ദർശിക്കുന്ന വളർന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങളന്ന് ഈ ഇടവക ഭരണത്തിൽ മാറി നിൽക്കുന്ന ഞങ്ങൾ കുറച്ച് പേര് മാറി നിൽക്കുന്ന കാലഘട്ടമുണ്ടായി 89 തൊട്ട്. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. PCO എന്നും പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു NGO ആണ്. അപ്പോൾ അതിൽ ഒരു നളിനി നായിക് എന്ന് പറഞ്ഞ ഒരു ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഇവിടുത്തെ ചെയ്ത് മലയാളം പറയും, ഇംഗ്ലീഷ് പറയും, അന്തരീക്ഷത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തി നിർദ്ദേശിച്ചിട്ട് ഞങ്ങൾ ആ ഒരു പ്രോജക്റ്റ് 3 വർഷത്തെ ഏറ്റെടുക്കുകയാണ്. ഇത് ഈ കണ്ടൽക്കാടുകളെ പ്രത്യേകത വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഭിത്തി ഈ ഇറോഷനൊക്കെ തടയാനായിട്ട് പറ്റിയതാണ്. കണ്ടൽക്കാട് വളരെ വിശേഷപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ്. അതൊരൊറ്റ മരമൊന്നുമല്ല. കണ്ടൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. എത്ര വെറൈറ്റി എന്ന് വെച്ചാൽ വെറൈറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ അതെന്ന് പറയുന്നത് അവിടെ 8-9 തരം 10 തരമൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ നമ്മൾ ഭ്രാന്തൻ കണ്ടൽ എന്നൊക്കെ പറയുന്ന എന്തൊട്ടത് ഏതാണ്ട് ഒരു മുരിങ്ങിയ കായയുടെ സൈസ് പോലെ നിങ്ങൾക്ക് കണ്ടാൽ അതിൻ്റെ കായ ഞാൻ എടുക്കും. അതങ്ങനെ പൊട്ടി വീഴാറാകുമ്പോൾ പൊട്ടി വീണ് വെള്ളത്തിലാണെങ്കിൽ മണ്ണിലാണെങ്കിൽ അവിടെ മണ്ണിൽ വീണാൽ അവിടെ തന്നെ മുളയ്ക്കും. ഇതൊരു പ്രത്യേക ഇതാണ്. അതിനെക്കുറിച്ച് പറയാനായിട്ട് പ്രത്യേകമായിട്ടൊന്ന് പറയണം. കാരണം അതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അവിടെ ക്ലാസ്സൊക്കെ എടുത്ത് സ്ലൈഡൊക്കെ കാണിച്ചു കൊടുത്ത് ക്ലാസ് എടുത്തൊക്കെ ഞങ്ങൾ അവിടെ തുടങ്ങിയത്. അവിടെ മാത്രമല്ല ഞങ്ങൾ ഇപ്പം എനിക്കത് BM കായൻ്റെ ആ ഭാഗത്ത് പറഞ്ഞിട്ടു പല സ്ഥലത്തും ഞാൻ നട്ടിരുന്നു. ഇത് തുടങ്ങിയത് 92-ൽ ആദ്യത്തെ ഇത് വന്നത് കണ്ടശാങ്കടവിലെ ഇപ്പോൾ ആ പാലത്തിൻ്റെ വടക്കേ ഭാഗത്ത് കിഴക്കേ സൈഡിൽ നമ്മളൊരു സാമ്പിൾ ഇത് ചെയ്തു തുടക്കത്തിലാണ്. അത് 1992 മെയ് 26 മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തെക്കേ ഭാഗത്ത് കുറച്ച് നട്ടു, പല സ്ഥലങ്ങളിൽ നട്ടു, പിന്നെ നഴ്സറി ആയിട്ട് നട്ടു. കാരണം ഇതിന് പ്രത്യേക വിധമുണ്ട്. നേരിട്ട് നടാം, പിന്നെ നമ്മൾ അത് 6 മാസത്തെ പ്രായച്ചിട്ട് കുറച്ച് ആളോട് കൂടി നടാം. കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. നേരെ അതുപോലെ അത് ഉണ്ടാവുക. ഈ കായ ഇത് വീണ് കഴിഞ്ഞാൽ നിലം മുട്ടി കഴിഞ്ഞാൽ അപ്പോൾ അത് അവിടെ നിന്ന് മുളയ്ക്കി അത് വേരോടി അതാണ് തടിയിട്ട് വരും. പിന്നെ ഇപ്പം നമ്മുടെ ന്യൂ വൈപ്പിൻ എന്ന് പറയുന്നത് പുതുവൈപ്പിൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേ കൊച്ചിയിൽ അത് ഡ്രഡ്ജ് എടുത്തല്ലോ അവിടെ മറ്റേ വെല്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് കുറേ പണ്ട് കാലത്തൊക്കെ വീണ് കിടന്നതായിരിക്കാം. അത് മുളച്ചുണ്ടായിട്ടുള്ള ഇതാണ് ഈ ന്യൂ വൈപ്പിൻ. ശരിക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത് കര പിടിപ്പിക്കും. ഇതിന് ഒത്തിരി പറയാണ്ട് ഇതിനെക്കുറിച്ച്. ഇതൊരു പ്രത്യേക ആവാസ ഭാഗമാണ്. ഇതിനെ വേണമെങ്കിൽ മത്സ്യത്തിൻ്റെ ഇതുണ്ടാകും. പിന്നെ നമുക്ക് പറയാൻ വേണമെങ്കിൽ ഭൂമിയുടെ എന്താണ് ശ്വാസകോശങ്ങളാണെന്ന് വേണം പറയാം. അത് ഇതന്നെ വെറൈറ്റികൾ വേണ്ടതുണ്ട്. നിമാറ്റോഫോറസ് എന്നിട്ട് പേര് മോളിക്ക് നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാം പല സ്ഥലങ്ങളിൽ.
അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ഇത് അവിടെ നിന്ന് പോകുന്നു. അവിടെ പോയി അന്വേഷിച്ച് പിടിച്ച് സാധനങ്ങൾ കൊണ്ടുവരും. രാത്രി ഞങ്ങൾ ചാക്കിലായിട്ട് പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി കൂട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് പല സ്ഥലത്ത് നമുക്ക് എറിഞ്ഞു വിട്ടേണ്ടി വന്നു. കാരണം അവിടെ ഈ വേച്ചുള്ളികൾ എന്നുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. വഞ്ചിരുന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ട്, ചെറുത് കുറച്ച് ഇല്ല. അങ്ങനെ അവിടെ അത് പിടിച്ചു. അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ കാലത്ത്. അതായത് അതൊരു പ്രൈവറ്റ് പാർട്ടിയും ഒരു മണിയൊരു പഞ്ചായത്ത് സമിതി വർക്കുകൾ ചെറിയതുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ആളെ കാണാൻ പോയി കേട്ടിട്ടില്ല. അപ്പോൾ നമ്മളവിടെ ചെയ്തു ആർക്കെങ്കിലും പാലായിട്ട് തന്നെ. ഇപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തിട്ട് പോന്നു കുറച്ച് നാൾക്കാണ്. അപ്പോൾ പല കൂട്ടുകാരും സഹായിച്ചു. ഇപ്പോൾ ഈ ഔട്ടർ മീഡിയയിലെ ഞാൻ നേരത്തെ അനില്, പിന്നെ സന്തോഷ്, കുറേ പേരുണ്ട്. സന്തോഷ് ഇതുപോലെ തന്നെ ഈ ക്യാമ്പസ് ഇതിൽ വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. കുറേ പേര് ചിലപ്പോൾ ഞങ്ങളുടെ തന്നെ ബന്ധുക്കൾ, ചില സുഹൃത്തുക്കൾ. അപ്പോൾ ഞാനും ജയിക്ക് പക്ഷേ മെയിനായിട്ട് അതിൻ്റെ പിന്നെ ഞങ്ങൾ കുറേ പേര് അങ്ങനെ അത് നട്ട് പിന്നെ ഞങ്ങൾ പോകുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വളർച്ച കാണുന്നത് മനോഹരമായിട്ട്. അത് പിന്നെ എപ്പോഴാണ് പിന്നെ അത് കാണാൻ? പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് അവര് ഈ ഞങ്ങൾ സഹായിച്ച ഈ കൊച്ചേട്ടനും മകനും അവർ വിളിച്ചപ്പോൾ ഇങ്ങനെ ഫാദേഴ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണാൻ വരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന് മനോഹാരിത കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വഞ്ചിയിൽ പോകുന്നു, ഉള്ളി കയറുന്നു. അപ്പോൾ അതിൻ്റെ വേരൊക്കെ വളരെ പടർന്ന് വലിയ ചില്ലകൾ അതിൻ്റെ വേരിനെ താക്കി വീടുള്ളൂ. വേരിന് ചവിട്ടി നടക്കാനായി അങ്ങനെ കാണുന്നു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. പിന്നീട് കുറേശ്ശെ ഓരോരുത്തർ കൊണ്ടുപോയി ആരോരുത്തർ കൊണ്ടുപോയി കാണാൻ പോയി തുടങ്ങി. ഇവരാണ് സാധനം കൊണ്ടുപോകുന്നത്. അപ്പുറത്ത് മറ്റവരുണ്ട് ആര് രാജയുടെ. പക്ഷെ അവരിന്ന് റൗണ്ട് ചെയ്തിട്ട് പോയില്ലല്ലോ. അല്ല രാജ അതൊരു ഇത് പഞ്ചായത്ത് ഇതിപ്പോ പഞ്ചായത്തിന് കിട്ടിയെന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ മറ്റൊരെന്ന് പറയുന്നത് അവര് ഈ എന്താണ് അവർക്ക് റിസോർട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് റൗണ്ട് ചെയ്ത് കൊണ്ടുപോകും. പലരും അങ്ങനെ പോയി കണ്ടവരുണ്ട്. ഇതിന് ചുറ്റും പോവര് വെള്ളം ഉണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ അതായത് ഏറ്റ സമയമാണെങ്കിൽ അവർ ഉള്ളിൽ കിടന്ന് അടുക്കി ഇവിടെ നിന്ന് പോകും. ഞങ്ങൾ അവിടെ ചെന്ന് അത് ചേറി ഇതിന്റെ മേലൊക്കെ റൗണ്ട് ചെയ്ത് എല്ലാവരും ഏതാ അതുപോലെ ഭൂമിയിലാണ് നിൽക്കണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വരെ അതിൻ്റെ ചുറ്റോട് നിൽക്കും. അപ്പോഴേക്കും പക്ഷികളുടെ ഒരു ആവാസം അതൊരു പ്രത്യേക അനുഭവമാണ്. ഇതൊക്കെ വെറൈറ്റി. ചില സീസണുകളിൽ വരുന്ന പക്ഷികൾ വേറെ നമ്മൾ അറിയപ്പെടാത്ത പക്ഷികളാണ്. പിന്നെ അങ്ങനെ എല്ലാ തരം ഒത്തിരി തരം പക്ഷികൾ ഇപ്പം ഞാൻ കുറേ അതിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇരുട്ടോടുകൂടി ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്യും. ഇങ്ങനെ പോയി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറയും 100 കണക്കിനെന്ന് പറയണം ഗ്രൂപ്പിൽ പോയി കണ്ടിട്ടുണ്ട്. ഞങ്ങളന്ന് കൊണ്ടുപോയിട്ടുണ്ട്, സ്വന്തമായിട്ട് പോയിട്ടുള്ളവരുണ്ട്, കണ്ടിട്ടുള്ളവർ പിന്നെ വീണ്ടും കൊണ്ടുപോകുന്നു. ഒരിക്കൽ ഞാൻ സിസ്റ്റേഴ്സിനെ കൊണ്ടുപോയി. പ്രായമുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ ടീച്ചേഴ്സാണ്. കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ടീച്ചേഴ്സിനെ കൊണ്ടുപോയി, ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി. അങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ഫോട്ടോസും കൊണ്ട് ഞാനവിടെ അഡ്രസ്സൊക്കെ എഴുതിയെടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ചില കോളേജിൽ നിന്ന് പിള്ളേർ വന്നിട്ട് റിസർച്ച് നടത്തുന്നുണ്ട്. കാരണം അവിടെ ജനവാസം ഇല്ലാത്തത് കൊണ്ട് പക്ഷികളുടെ ഇതും പക്ഷികളും നടക്കുന്നുണ്ടാവാം. അപ്പോൾ അതങ്ങനെ നടക്കുന്നു. അതൊരു പ്രകൃതിയുടെ ഒരു മനോഹരമായിട്ട് പ്രകൃതിയുടെ അതിൻ്റെ ഒരു ഭാഗം അച്ഛനൊരു ശരിക്കും പ്രകൃതി സംരക്ഷകനും കൂടിയാണ്. അതുകൊണ്ട് കുറച്ച് കൊല്ലം അതിൻ്റെ ഞാനിപ്പോൾ നോൺ വെജ് കഴിക്കാതായിട്ട് 23-24 കൊല്ലം. അതെ കൃത്യമായിട്ട് കൊല്ലം ഓർക്കുന്നില്ല. പക്ഷെ കുറച്ച് കൊല്ലങ്ങളായി. കുറച്ച് കൊല്ലം ഞാനൊരു 10-15 കൊല്ലം പോരാ. എല്ലാവരും കൂടുതലായിട്ടുണ്ടാവും. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കാരണം അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ കുറേശ്ശെ വരുന്നു. നമ്മൾ വായിക്കലും ഇതിനെക്കുറിച്ച് അറിയലും പിന്നെ ചർച്ചകളായിട്ടും ഇവരായിട്ട് ഇങ്ങനെ വരുന്നു. ഈ ഇതിൻ്റെ ഉപവാസത്തിന് ഞാനിപ്പോൾ 7ാമത്തെ പ്രാവശ്യം പോയി. എത്ര 15 കൊല്ലമായി. അപ്പോൾ ഉപവാസം പ്രകൃതിയിൽ അത് 6ാം തീയതി തൊട്ട് 9ാം തീയതി വരെയുള്ള മൗനോപവാസം. അത് നാഗസാക്കിയുടെ ഇത് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് കീടനാശിനികൾക്കെതിരെ ആണവായുധങ്ങൾക്കെതിരെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ആരോഗ്യ ബില്ലിനെതിരെ ബില്ല് നമ്മൾ എല്ലാ സ്വാതന്ത്ര്യം എടുത്ത് കളയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല അതിനെക്കുറിച്ച്. കേന്ദ്രത്തിലായാലും സ്റ്റേറ്റായാലും ആവശ്യമായ ചർച്ചകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉൾക്കൊള്ളേണ്ട ഇതൊന്നും ഇല്ലാതെയാണ് ബില്ലുകൾ ഇങ്ങനെ ഏതാണ്ട് അതൊരു രഹസ്യ സ്വഭാവത്തോട് കൂടിയിട്ടാണ് പാസ്സാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ജനദ്രോഹപരമാണത്. അതുകൊണ്ട് ജനാധിപത്യവാദികൾ നമ്മൾ എന്താ പറയേണ്ടത്, സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നവർ അത് ശക്തമായിട്ട് എതിർക്കണം. എല്ലാവരും ഇടപെടണം. സാഹിത്യകാരന്മാർ മാത്രമല്ല, സ്വാമിക പ്രവർത്തകർ ഇടപെടണം, ആരോഗ്യ പ്രവർത്തകർ ഇടപെടണം.
കാരണം ഒരു വ്യക്തിക്ക് അയാളുടെ ചികിത്സ ഇന്നതാണെന്ന് തീരുമാനിക്കാൻ അവകാശം എടുത്തു കളഞ്ഞാൽ പിന്നെ എന്താണ് ഈ പറയുന്നത്? ഇതൊരു അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി തീരുമാനിക്കുന്നു ഞാൻ ഏതോ കഴിക്കേണ്ടത്, ഞാൻ മരുന്ന് കഴിക്കണോ, ഞാൻ ശ്രദ്ധ ചെയ്യണോ, കഴിക്കാതിരിക്കണോ, എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത് അവരാന്ന് പറയുമ്പോൾ പിന്നെ എന്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? സ്വാതന്ത്ര്യ ദിനമല്ലേ? എന്ത് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഒബ്ജക്റ്റ് എനിക്ക് വിരോധമില്ല. ഇത് കേൾക്കുന്നത് ഞാൻ കൃത്യമായിട്ട് കാര്യകാരണ സഹിതം തെളിയിക്കാൻ ചെയ്യാറ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഉദാഹരണം, ഓരോ സന്ദർഭത്തിലും ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥയില്ലാതെ തന്നെ വളരെ സൗകര്യപൂർവ്വം ഓരോ കാര്യം എടുത്താലും പറയാം. കഴിഞ്ഞൊരു കുറച്ച് കൊല്ലങ്ങളായിട്ട് നടന്ന കാര്യങ്ങൾ എടുത്താൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ തീരുമാനം പതുക്കെ നമ്മൾ സ്വാതന്ത്ര്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റാണ്. നമ്മളറിയുന്നില്ല. അതായത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞത് പറഞ്ഞേ. അപ്പോൾ ശരിക്കുള്ള കാരണം അതായിരിക്കില്ല. അങ്ങനെ നമ്മളറിയാതെ നമ്മുടെ സ്വാതന്ത്ര്യം അവഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കടന്നു പോവുകയാണ് നമ്മൾ. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഈ വക കാര്യങ്ങളെ കുറിച്ച് ഗൗരവമായിട്ട് ചർച്ചയുണ്ടാകണം. അങ്ങനെ ജനദ്രോഹപരമായ നീതിരഹിതമായ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഈ വക നീക്കങ്ങൾ നമ്മൾ ആര് കൊണ്ടുവന്നാലും ഇന്ന ഗവൺമെൻറ് എന്നല്ല, ഇതിപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ മേലുള്ള ആധിപത്യമായി അത് മേൽ കെട്ടിയേൽപ്പിക്കുകയാണ്. മനസ്സിലായ? ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വലിയ ഗ്രാമസ്വരാജൊക്കെ പറയുന്നുണ്ട്, പറയും, പഞ്ചായത്ത് രാജ് പറയും. ഗാന്ധിജി വിഭാവനം ചെയ്ത പഞ്ചായത്ത് രാജും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അത് എല്ലാ ഗവൺമെൻറ്റുകളും ഞാൻ പറയും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരെ മറിച്ചാണ്. എന്തായാലും ഗാന്ധിജിയുടെ സ്വരാജ് ഓരോ സ്ഥലത്തുമുള്ള ആവശ്യങ്ങൾ അവിടെ വ്യക്തപരമായി ചർച്ച ചെയ്തിട്ട് അത് മുകളിലേക്ക് പതുക്കെ പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് നമ്മൾ അതിന് ഉപയോഗിക്കാൻ. ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത്. മുകളിൽ തീരുമാനിക്കുന്നു 25,000 രൂപ ഇന്ന ആവശ്യത്തിന്, എന്നിട്ട് ഓരോ സ്ഥലത്തേക്ക് വിടുമ്പോൾ അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ലാപ്സായി പോകുന്ന കോടിക്കണക്കിന് രൂപ ഒരു പരിപാടി ശരിക്കും നടക്കാത്തൊരവസ്ഥയുണ്ട് വരുന്നുണ്ട്. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഈ ഗാന്ധിജിയുടെ ഇതിന് പറഞ്ഞത് വളരെ ശരിയായിട്ട് കറക്റ്റാണ്. ഉദാഹരണം, കുട്ടനാട് നിന്ന് അവിടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സിസ്റ്റേഴ്സിനകത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഏതോ ഒരു ഏജൻസിയിലേക്ക് സഹായത്തിന് ആവശ്യിക്കണം. അവർക്ക് ആവശ്യം എന്താ അറിയാം? കുട്ടനാട് മുഴുവൻ വെള്ളമാണ്. അവർക്ക് ആവശ്യം സ്പീഡ് ബോട്ടണം. അവർ 5 സ്പീഡ് ബോട്ടിന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിരിക്കുന്ന ആൾക്ക് മദ്രാസിലുള്ള റീജിയണൽ ഓർഗനൈസർക്ക് ഇത് അറിയാവുന്ന അയാൾ വേറെ റെക്കമെൻഡ് ചെയ്ത് വിട്ടു. അയാൾ കുട്ടനാട്ടുകാരനാണ്. മറ്റോടത്തിരിക്കുന്ന ആൾ ഒരു ബന്ധമില്ലാത്ത ആളാണ്, ഡൽഹിയിലിരിക്കുന്ന ആൾ. അയാൾ ആലോചിച്ചു രോഗികളെ കൊണ്ടുവരാനായിട്ട് സ്പീഡ് ബോട്ടോ. അയാളത് കട്ട് ചെയ്ത് അല്ല ആംബുലൻസ്, സ്പീഡ് ആംബുലൻസ് വെള്ളത്തോട്ട് വന്നിട്ട് അതൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആവശ്യം ഏതാ? ആവശ്യം നമ്മൾ ഇപ്പൊ മോളി എന്ന് പറയുന്നത് വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ് അവര് ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പൊ നമ്മൾ 15,000 രൂപ അനുവദിച്ചു, 25 ലക്ഷം അനുവദിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയ വരുന്ന ഉള്ളിൽ. കാരണം ഇത് ആരുടെ ആവശ്യത്തിനാണ്? എവിടെ നിന്ന് ഇതിൻ്റെ ആവശ്യം വരുന്നത്? ആരെ തീരുമാനിക്കുന്നത്? ഓക്കെ, നമുക്ക് പൊതുവായിട്ടൊരു ഇത് വയ്ക്കാം, ഏകദേശം ശതമാനം നമുക്ക് ഇതിലേക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിന് 25,000 കോടി കൊടുക്കുന്നു. എന്തൊക്കെയാണ് വരുന്നത്? ആരാണ് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്? അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ വരുന്ന നേരത്തെ സ്പെഷ്യൽ ഔട്ട് ഇംഗ്ലീഷിൽ പറയും, തൂറ്റിപ്പോവുകയാണ്. കാരണം ഇവിടെ ആവശ്യമല്ല. അതിന് വേറൊരു ഉദാഹരണം, അതിന് തീരുമാനിക്കുന്ന കുറേ അതായത് എന്താണ് ആവശ്യം എന്നുള്ളത് ലോക്കലായിട്ട് അറിയണ്ട. അതിന് വേണ്ട വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ NSS നടത്തുന്ന ഒരു കാര്യം കുറച്ച് കൊല്ലങ്ങൾക്കും ഉണ്ടായൊരനുഭവം. കോളേജിലെ പിള്ളേർക്ക് അവർ വില്ലേജിൽ പോകുന്നു, വില്ലേജുകാർക്ക് ശുചിത്വം പാലിക്കാനായിട്ട് അവർ പഠിപ്പിക്കാൻ പോകുന്നു. ആദിവാസികളുടെ വില്ലേജാണ്. കുറച്ചിരുന്നവർ പറഞ്ഞു ഇങ്ങനെ അവർ കക്കൂസ് ഉണ്ടാക്കാൻ പോകുന്നു, കക്കൂസ് പണിയാൻ. അപ്പോൾ അവർ പറഞ്ഞു, അവസ്ഥ മൂപ്പൻ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ പുറത്താണ് ഇത് നടത്താറ്, ഞങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു മൂപ്പൻ. അപ്പോൾ എൻ്റെ മാഷ് പറഞ്ഞു ഞങ്ങൾ പിള്ളേർ പഠനം കൂടി പറഞ്ഞു വിട്ടണം. പിള്ളേർ പഠിക്കാനാണ് ഞാൻ ആയിക്കോളാൻ പറഞ്ഞു. അവരുടെ എല്ലാ ആവശ്യം ഇത് പണിത് ഫോട്ടോ എടുത്ത് ഫണ്ട് ഉപയോഗിക്കാനാണ് ശരിക്കും ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ ഇവരങ്ങനെ ഇതൊക്കെ പണിത് വളരെ മനോഹരമായിട്ട് ഇഷ്ടമായി ഫോട്ടോസ് എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം പുതിയ ടീം വന്നപ്പോൾ ഈ മാഷ് പറഞ്ഞു നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒന്ന് പോയി ഇവരെങ്ങനെ ഉപയോഗിക്കണേ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പിടിക്കണ്ടേ, പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവർ കാണുന്നത് വെച്ചാൽ മിക്കവാറും അവർ പണിതെല്ലാം ഒക്കെ ഇരിക്കുന്നത് ഒന്നിൽ വൈക്കോൽ അടക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആടുകളെ കെട്ടിയിരിക്കുന്നു, ഒരാളും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ
അധ്യാപകൻ ഇവരോട് ചോദിച്ചു, മൂപ്പനോട് ചോദിച്ചപ്പോൾ എന്താ സംഭവിച്ചപ്പോൾ പറഞ്ഞു, എന്താ സംഭവിച്ചേ, നിങ്ങൾ പിള്ളേർ പഠിക്കാൻ വേണ്ടി വന്നതല്ലേ, ഞങ്ങളത് അനുഭവിച്ചു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇപ്പം എന്താണ് നമ്മൾ ചെയ്തതിൻ്റെ അർത്ഥം? അതാണ് പറയേണ്ടത്. ഇപ്പോൾ തന്നെ എത്ര കോടി രൂപ നമ്മൾ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ ആദിവാസികളുടെ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട്. ആദ്യം അവർ 229 കോടി രൂപ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ അനുവദിച്ചപ്പോൾ, അട്ടപ്പാടി ഡെവലപ്മെൻറ്റിന് അനുവദിച്ചപ്പോൾ ആദ്യത്തെ 4.5 കോടിയോളം രൂപ ചെലവഴിച്ചത് അതിൻ്റെ ഓഫീസ് സമുച്ചയത്തിനാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞു. പിന്നെ അത് ആര് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും എന്തോ കാശ് വന്നിട്ടുണ്ട്. ചോദ്യം അതല്ല, ഇത്രയും വർഷം ഇത്ര കോടാനുകോടി ചെലവഴിച്ചിട്ട് ഇപ്പോഴും പല ആദിവാസി വീടുകളിൽ അവർക്ക് മരിച്ചവർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ കുഴിയുണ്ടാകും. അത് നമ്മൾ പത്രത്തിൽ വായിച്ചു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചോദ്യം, നമ്മളെ ആർക്ക് വേണ്ടി എന്താ ചെയ്യണേ? പണിത് പകുതിയായിട്ടുള്ള ഒത്തിരി വീടുകൾ കാണാം അവിടെ. അത് കോൺട്രാക്ടേഴ്സ് കാശ് മേടിച്ച് അതൊക്കെ വന്നിട്ട് പോയിക്കാൻ. ഇവരുടെ ആവശ്യം എന്താണ്? ഇവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ല, ഇവർ കൂട്ടാൻ ജീവിക്കുക. അപ്പോൾ റൗണ്ടായിട്ട് അവർക്ക് വേണം കൂട്ടം കൂടാനായിട്ട്. ഇവരുടെ ആവശ്യം ആരും ചോദിച്ചേ? ആരും ചോദിച്ചിട്ടില്ല. അവരാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യേണ്ടത് നമ്മൾ. ഇത് അവരുടെ പേരിൽ നമ്മൾ ഇതുപോലെ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ കാര്യം എടുത്തു നമ്മൾ. ഞാൻ എത്ര വേണമെന്ന് പറഞ്ഞുതരാം അനുഭവങ്ങൾ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ എന്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ എന്ത് ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ പറയണേ? ഇത് പറഞ്ഞ ജോലിയുള്ള ചോദ്യമാണ്. പിന്നെ കുറേ കാര്യങ്ങളെ കുറിച്ച് പറയാൻ കുറേ ഉണ്ട് വേറെ. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ അത്യാവശ്യം നിർത്തുന്നു. ഇനി വല്ലതും ചോദിക്കാണ്ട് തന്നെ ചോദിക്കാം. കാരണം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വേണ്ട ചിന്തകളുടെ ഭാഗമാണത്. ആര് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം ഉള്ളതെന്ന് ചോദിക്കണം. ആർക്കാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം? കുറച്ച് പേർക്ക് അധികാരം കഴിയുന്ന കുറച്ച് പേർക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യം. പിന്നെ രാജ്യത്തിൻ്റെ സ്വത്ത് ദൂർത്തടിച്ചിട്ട് വിദേശ ബാങ്കുകൾ കൊണ്ടുവരാനുള്ള ഞാൻ പറഞ്ഞു, നിങ്ങൾ എടുക്കാവുള്ളതൊക്കെ എടുത്തോ. പക്ഷെ നിങ്ങളുടെ പേരിൽ തന്നെ നാട്ടിൽ ചെലവ് ചെയ്യും. എന്തിനും സായിപ്പിനും മലാമിക്കും സൂചിക്കാൻ വേണ്ടി അവിടെ ബാങ്കിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പല രാഷ്ട്രീയക്കാരും എനിക്ക് പരിപാടി ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു വലിച്ച ചിരിച്ചിരിക്കും. നിങ്ങൾ ഇട്ടോ, എനിക്ക് ഇതൊന്നുമില്ല, ഞാൻ നിങ്ങൾ അറിയാൻ വേണ്ടി തന്നെ ഇത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. തമാശയിൽ പോകേണ്ട കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ചും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആരുടെ സ്വാതന്ത്ര്യം? മറ്റൊരു ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. വെള്ള സായിപ്പിൻ്റെ നിന്നും ബ്രൗൺ സായിപ്പിൻ്റെ ഇതിലേക്ക് കൈമാറ്റം ചെയ്തു. 25 കൊല്ലമായി. ഇപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മക്കോളേനെയും വരികയാണ് വിദ്യാഭ്യാസത്തിന്. നമ്മൾ കാട്ടിക്കൊണ്ടത് എന്താ? അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നമ്മുടേതായ പരിഷ്കരണം പറ്റിയില്ലേ? പക്ഷേ കോടാനു കോടി രൂപ ചെലവഴിച്ച് നമ്മളൊക്കെ വലിയ ഡിഗ്രിയൊക്കെ എടുത്ത് വലിയ വിദ്യാഭ്യാസ വിഷയന്മാരുണ്ടായി. ശരിക്കും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? നമ്മുടെ ആവശ്യം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു പലയിടത്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ പരിഷ്കാരം 1980 അപ്പോൾ 25 തുടങ്ങിയിട്ടുണ്ടാവും. 80 44 കൊല്ലം മുമ്പ് 4ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് സ്വന്തം പേര് പോലും എഴുതാൻ പറ്റാതെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് കഥകളാണ്, അനുഭവ കഥകളാണ്. അതൊക്കെ അത് വേണ്ടത് പറയാനുണ്ട്. അല്ല, അത് അന്നത്തേട്ടും ഇപ്പോൾ സ്വന്തം പേര് 10ാം ക്ലാസ് വേണ്ട. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഞാനന്ന് റിട്ടയർമെൻറ്റ് പള്ളിയിരിക്കുന്നുണ്ട്. MSc കഴിഞ്ഞ ഒരു കുട്ടി ഒരു ചെറിയൊരു അപേക്ഷ എഴുതാണ്. 5-6 വാക്ക് ഇതല്ലേ, അതിന് തെറ്റുകൾ മലയാളത്തിൽ എഴുതണം. ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് എഴുതിക്കോ. എവിടെ ഇംഗ്ലീഷ്? അതും അറിയില്ല. ഏത് MSc ഹൈ ക്ലാസ്സുള്ള കുട്ടികൾ കാര്യപ്പെടുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ എവിടേക്ക് നടക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസം അവിടെ ചെന്ന് നടക്കുന്നു. എന്നിട്ട് നമ്മൾ പറയും നമ്മളാണ് ഫസ്റ്റ് അല്ല. എന്നിട്ട് ഫസ്റ്റ് കടത്തിൽ ഫസ്റ്റ്. കടം സാമ്പത്തികമായിട്ട് 1 ലക്ഷത്തോളം കഷ്ടി രൂപയാണ് ഓരോ ജനിച്ചു വീണ കുഞ്ഞു കടത്തിൽ വീഴുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ട്? 97% ജനങ്ങളുടെ ഇത് 3% ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് 97%ത്തിൻ്റെയും കാശ് കൊടുത്ത് ചെലവഴിക്കുന്നത്. ഇതെല്ലാം ആര് ചോദിക്കുന്നു? ആര് പറയുന്നു? അല്ല, നമ്മുടെ സമൂഹത്തിന് പിന്നെ നമ്മൾ വളരെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട സമയമായി. അതിന് ആര് ചെയ്ത്? ആരാണ് മണി കിട്ടുകയെന്ന് ചോദിക്കുന്നത്. മണി കിട്ടും. ആരോടും തയ്യാറായിട്ടിരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾ ആരും. പിന്നെ അപ്പോൾ ഇത് എവിടേക്ക് പോകണേ? ഏറ്റവും മോശം ഇതാണ്. ആരോഗ്യകാര്യത്തിൽ പിന്നെ ഏതാ സ്ഥാനത്തെന്ന് അറിയാലോ, ഞാൻ പറയണ്ട. പിന്നെ സാമ്പത്തിക കാര്യത്തിൽ നമ്മളിപ്പോൾ 5ാം ധനശക്തിയാകാൻ പോവാണ്. എവിടേക്ക്? ആരുടെ? ഏതാനും പേരുടെ. എത്ര ശതമാനം ആൾക്കാരുടെ കയ്യിലാണ് സമ്പത്തിൻ്റെ ഭൂരിപക്ഷം? മനസ്സിലാകാത്ത
അച്ഛനറിയാം, അച്ഛൻ നോർത്തിൽ പോണല്ലേ, അവിടെ ഒരു ഫാമിലി താമസിക്കുന്നത് എന്താന്നുള്ളത് നമ്മൾ കണ്ട് കരച്ചിൽ വരും അവരെ സ്ഥിതി കണ്ടിട്ട്. പിന്നെ ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ ഭയങ്കര അത് പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ, താങ്കാര്യപ്പെട്ട ഒരാൾ ഏതോ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ അവിടെ പുണ്യാഹം തെളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എന്ത് പുരോഗമനം പറയണം? ഇവിടുത്തെ വലിയ പഠിപ്പുള്ള മനസ്സിൽ ചുക്കുന്ന സംഭവിച്ചിട്ടില്ല. അടിമകളുടെ അടിമകളാണ് നമ്മള്. സായിപ്പ് പറയുന്നത് എന്താ കേട്ടോ, അതിന് റാമോളാണ് നമ്മളിപ്പോഴും ആയിട്ടുള്ളൂ. അപൂർവം ചിലരുണ്ടായിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടവരുണ്ട്, അപൂർവം എനിക്കറിയാം. ശേഷം പറയുന്നുണ്ട് കുറെ പേര്. അവിടെ അങ്ങനെയുള്ളവരുടെ കുറ്റിയറ്റു എന്ന് പറയണം. അല്ല, അങ്ങനെയുള്ളവരാർക്ക് നമ്മുടെ അഭിമാനം പിന്നെ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരാർക്കും ആവശ്യമില്ല. നമ്മൾ ചോദിക്കേണ്ട സമയമായി കഴിഞ്ഞു. വരും തലമുറയ്ക്ക് എന്താണ് നമ്മൾ കുട്ടികളൊക്കെ പോകുന്നു, എവിടേക്ക് പോകണം? എന്താ അവരാ കഴിവുകളൊക്കെ ഇവിടെ ഉപയോഗിച്ചാലും പറ്റില്ല. ഇവിടെ വല്ലവരും പോയിട്ട് നേടി കഴിയുമ്പോൾ നമ്മൾ ഇതായിരിക്കും. ഹാർ ഗോവിന്ദ് സിംഗ് ഖുറാന DNA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് മേടിച്ച ആളാണല്ലോ, ആ ഗ്രൂപ്പിലുണ്ടല്ലോ, ഏത് നോബൽ സമ്മാനം. അയാൾ ഇത് പാസ്സായി ഇവിടെ വന്ന നേരത്ത് നെഹ്റു പറഞ്ഞതാണ്, ഞാനൊന്ന് പണ്ട് വായിച്ചിട്ടുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ അയാൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. അങ്ങനെ അയാൾ തിരിച്ചയക്കുന്നു. അയാൾ അവിടെ ലാബിൽ ജോലി ചെയ്ത് അയാൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്ത്യക്കാരനായി സ്വയം അധ്വാനിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളുള്ളൂ. അല്ല, ഗവൺമെന്റ് സഹായം പലരും കൊടുക്കാറില്ലല്ലോ. അതുപോലെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കടം മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഒരു പൈസ കടമില്ലാണ്ട് ജീവിക്കാൻ പറ്റും ഇവിടെ. പക്ഷേ ഈ ഗാന്ധിജി പറഞ്ഞ കൃത്യമാണ്, ഓരോ രംഗത്തും ഈ ഭൂമിയിൽ എല്ലാവർക്കും ആവശ്യമുള്ള വസ്തുക്കളുണ്ട്. പക്ഷെ ഏതാനും പേരുടെ അത്യാവശ്യത്തേക്കുള്ള വസ്തു ഇല്ല. ഇതെല്ലാവരും കൂട്ടിയിട്ടുണ്ട് ആൾക്കല്ലേ ഇവിടെ. എന്ത് ആലോചിക്കാത്ത ഇത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. എന്തായാലും അച്ഛനെ ഇന്റർവ്യൂ ചെയ്തതിൽ കാര്യമായിട്ടാണ്. അല്ല, നമ്മൾ ഈ സ്വാതന്ത്ര്യം നമ്മളിത് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന കുറേ വർഷങ്ങളായിട്ടുണ്ട്. എല്ലാ സ്വാതന്ത്ര്യം ഞാൻ പള്ളിക്ക് പിന്നെ പള്ളിയാണല്ലോ ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അച്ഛൻ പള്ളിയിലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് തെറ്റുണ്ടെന്ന് പറയും, യുക്തിഭംഗം ഉണ്ടെന്ന് പറയും. ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ ഉള്ളത് നിയമനങ്ങൾ എല്ലാം. എന്തുകൊണ്ട് കുട്ടികൾ നമ്മളൊന്ന് പോകുന്നു? ഇത്രയും വലിയൊരു രാജ്യത്ത് നമുക്ക് ഇവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാൻ പറ്റില്ലേ? അവിടെ നടക്കുന്ന സാധനം ഇവിടെ നമുക്ക് ഇല്ലേ? എത്രയും വിഭവസമൃദ്ധമായുള്ളൊരു രാജ്യം എവിടെയാ? ഇന്ത്യ പോലെ. അമേരിക്ക അത് കുറച്ച് പേരുടെ കയ്യിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ നടക്കുന്ന ആദിവാസി മേഖല നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അവർ ഒഴിപ്പിക്കാനും അങ്ങനെ ചെയ്യുന്ന മുഴുവനും ആരും ചിലരുടെ കയ്യിൽ മാത്രം ഒതുക്കാനാണ്. ഇനി കുറെ പറയാനുണ്ട് ഇതിനെക്കുറിച്ച്. ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, അധികം നേരം കളഞ്ഞ ആൾക്കാർക്ക് പോകും. അത് ഞാൻ അക്കിട്ട് പറയേണ്ടതിലുണ്ട്. പിന്നീട് ഒരു ഞാനിത് പൊതുവായിട്ടൊരു കാര്യം പറയാൻ കാരണം ഇത് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പൊതുജനങ്ങൾ ഇത് കുറേ പേര് കേൾക്കുന്നുള്ളത് കൊണ്ട് അവർക്ക് കൂടി ചിന്തിക്കാനും അവരും ഇത് കൺട്രിബ്യൂട്ട് ചെയ്യണം, അവരുടെ ചിന്തകൾ പങ്കുവെക്കണം. ഒരു മാറ്റം ഒരു വെച്ചെങ്കിൽ നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും മാറ്റം വന്നാൽ അത്രയും നന്ന്. ശരിയുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൽ വേണ്ടത് ഇതാണ്. ഈ ആരാണ് നമ്മുടെ ഇയാൾ പറഞ്ഞതുപോലെ ഗീതാഞ്ജലിയിൽ പറയുന്നുണ്ടല്ലോ, 35-ാം നമ്പറിൽ പറയുന്നുണ്ടല്ലോ, എവിടെയാണ് നമ്മുടെ മനസ്സ് തല ഉയർത്തിപ്പിടിച്ച് മനസ്സ് നിർഭീതമായി ആചാരാനുഷ്ഠാനങ്ങളുടെ ആ കെട്ടിലേക്ക് നമ്മുടെ ഇത് ഒഴുകാതെ സ്വതന്ത്രമായി മറ്റുള്ള കെട്ടുപാടൊന്നുമില്ല സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി വികസിക്കുകയും ചെയ്യുന്ന വളരെ വിശാലമായ ഒരു സുഖഗ്രഹത്തിലേക്ക് എൻ്റെ നാട് എന്നെ ഉണർത്തണമേ എന്ന് പറഞ്ഞിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് വളരെ ലളിതമായിട്ട്. എവിടെ ഇപ്പം ആർക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഗൗരവമായിട്ട് ഒരു പുനഃപരിശോധന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ഹനിക്കപ്പെടുന്ന സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ, ഒത്തിരി ഓരോന്നെടുത്താൽ വേണ്ടത് പറയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടേക്ക് പോകുന്നു എന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം നമ്മളിപ്പോൾ കക്ഷി രാഷ്ട്രീയമായിട്ട് മാറ്റിയില്ലോ. അതാണല്ലോ ഈ തല്ലും വെട്ടും കുത്തും നടക്കണേ. പക്ഷേ ശരിക്കുള്ള രാഷ്ട്രീയം രാഷ്ട്രനിർമ്മിതിയെക്കുറിച്ച് ഒരു രാഷ്ട്രത്തിന് നിലനിർത്തുന്ന രാഷ്ട്രത്തെ രാഷ്ട്രമാക്കി നിർത്തുന്ന ജാതിക്കതീതമായി മതത്തിനതീതമായി ദേശ കാല ഭാഷ ഭേദങ്ങൾക്കതീതമായിട്ട് നമ്മൾ ഒരു സമൂഹ സൃഷ്ടിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതായത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നമുക്കുണ്ടായിരുന്ന താല്പര്യം ഇപ്പോൾ എവിടെ ചെന്ന് കിടക്കുന്നു? ഗൗരവമായിട്ട് ചിന്തിക്കണം.
അല്ലെങ്കിൽ വെച്ചാൽ അതിൽ മതം ഇതൊന്നുമില്ല. ഞാൻ അച്ഛൻ നിലയ്ക്ക് പറയുമ്പോൾ ഞാനൊരു പൗരൻ നിലയ്ക്കാണ് ഞാൻ പറയണത്. അതെൻ്റെ സ്വാതന്ത്ര്യമാണ് അല്ലേ? സ്വാതന്ത്ര്യത്തിന് നമുക്ക് മതത്തിന്റെ ആവശ്യം കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? ഇത് തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു വ്യക്തിക്ക് അവരിഷ്ടമുള്ള മതം സ്വീകരിക്കാം. സ്വീകരിക്കാൻ മാത്രമല്ല അത് പരിശീലിക്കാം, അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നടക്കുന്ന പല സ്ഥലത്തും മതമാറ്റ നിരോധന ബില്ലെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള ആരും ചോദ്യം ചെയ്യുന്ന പോലുമില്ല. കോടതിയോട് പോലും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അത് കൊണ്ടുവരുന്നത് അങ്ങനെ ഇടവഴി കൂടെ വരണേ, വേറെ ചില ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് വരണേ. അവസാനിക്കുന്ന എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുക, അൺലെസ് വി അഡ്രസ് ദീസ് ബേസിക് ഇഷ്യൂസ്, ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ നമ്മൾ കണ്ണും ഒക്കെ തുറന്നു നോക്കി കാണാനായിട്ടുള്ള ചങ്കുറ്റത്തോടെ കാണണം, പേടിച്ച് മാറരുത്. ഇതാണെന്ന് പറഞ്ഞ് അതിനെ സൊല്യൂഷൻ കാണുമ്പോൾ, പ്രശ്ന പരിഹാരം കാണുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അപ്പോൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ പറഞ്ഞ് നടക്കാം. ഇപ്പോൾ നമുക്ക് ഇതിന് തുടക്കിട്ട് കഴിഞ്ഞാൽ എവിടെ തുടക്കിട്ടവർ പറയുന്നുണ്ട്, പക്ഷേ ആ തുടക്കങ്ങൾ വരുന്നില്ല, അവസാനിപ്പിക്കുന്നില്ല, തുടരേണ്ടവർ തുടരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മൾ നാടൻ ശൈലി പറയും, ആദ്യം പൂജ്യം തുടങ്ങണം. തുടങ്ങിയാലും നമുക്ക് വീണ്ടും അതുകൊണ്ട് അതിന് ഒരു അവസരമാകട്ടെ ഈ സ്വാതന്ത്ര്യ ദിനമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ, വ്യക്തമായി നിലപാടെടുക്കാനുള്ള ചങ്കൂറ്റമുണ്ടാകട്ടെ. അങ്ങനെ ഇന്ത്യ ശരിക്കും സ്വതന്ത്രമായിട്ട് അറിവിൽ, സമ്പത്തിൽ, വിജ്ഞാനത്തിൽ, എല്ലാ കാര്യത്തിലും സ്വതന്ത്രമായ ഒരു രാജ്യമായി, സ്വതന്ത്രമായി ജനങ്ങൾ വസിക്കുന്ന, സ്വതന്ത്ര അഭിവാഞ്ചയുള്ള, മറ്റുള്ള സ്വാതന്ത്ര്യത്തെ കൂടി അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് വളരുമ്പോൾ മാത്രമേ നമുക്ക് ഭാരത് മഹാൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ജയ് ഹിന്ദ്. അച്ഛൻ കുറേ കാര്യങ്ങൾ സമൂഹത്തെ പറ്റിയിട്ടും ഇന്ത്യനെ പറ്റിയിട്ടും എല്ലാവരെ പറ്റിയിട്ടും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. എല്ലാവരും ഇത് കണ്ടിരിക്കണം. അത്രയും നല്ലൊരു സന്ദേശമാണ് നമ്മൾ ഈ അച്ഛനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായി കാണുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ.